സുഹൃത്തുമുണ്ട്. നമുക്ക് സുഹൃത്തിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് ഡു ദ റിയാക്ഷൻ വീഡിയോ. ഇതിനെവിടെ വെക്കും? ഓക്കെ, ഫസ്റ്റ് വീഡിയോ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അറിയണം. എനിക്കും ചോദിക്കാൻ അതേ ഉള്ളൂ. ഞാൻ എൻ്റെ 23 വർഷം കൊണ്ട് കരഞ്ഞ കരച്ചിൽ നീ നിൻ്റെ ഒറ്റ വീഡിയോ കരഞ്ഞു തീർത്തിട്ടുണ്ട്. പേർക്ക് വേണ്ടിയാണോ അറിയണേ എന്നൊക്കെ ചോദിച്ചെടുത്ത് കുറേ പേര് ചോദിച്ചു. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അള്ളി വലിയ ലൈഫാണോ, എന്താ പറയാ, അവർക്ക് വിട്ടുപോകാൻ നല്ല എളുപ്പാ. പക്ഷെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? വിട്ട് കളയണം. നമ്മൾ സ്നേഹിച്ചില്ലേ, വിട്ടുകളെ ഒരിക്കലും പറ്റില്ല. ചാവളുടെ 1 മിനിറ്റ് വരെ നമ്മൾ ആത്മാർത്ഥ സ്നേഹിച്ച ഒരാളെ നോക്കും. ഇവൻ്റെ വീഡിയോ എനിക്ക് കാണാൻ പറ്റത്തില്ല, അതിനുള്ള ക്ഷമ എനിക്കില്ല. ഇവൻ കരഞ്ഞ് 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 കുളവാക്കും വീഡിയോയിൽ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് എബിൻ. എൻ്റെ പേര് ലിബിൻ. ഇന്ന് മുതൽ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അതിനോടൊപ്പം ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞങ്ങളിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ചാനലിലൂടെ അതുപോലെ ഈ പേജിലൂടെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഞങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ട്രാവൽപരമായ വീഡിയോയും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ ഫണ്ണി അഡ്വഞ്ചർ ടൈപ്പിലുള്ള വീഡിയോസാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സ്വീകാര്യപരമായിട്ടുള്ള ഒരു വീഡിയോസ് തന്നെയായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 ട്രയൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ 3 ട്രയൽ വീഡിയോ ചെയ്തതിന് നിങ്ങൾക്ക് പറയാം. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 3 ട്രയൽ വീഡിയോയിൽ സൗണ്ട് പരമായ പ്രശ്നങ്ങളോ അതൊരു പിക്ചർപരമായ അത് ക്ലാരിറ്റി പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബൈക്കണും കൂടി ഒന്ന് അമർത്തണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം, നിങ്ങളിപ്പം ഈ ഓൾ ഇന്ത്യ റൈഡിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഞങ്ങളോട് നിർദ്ദേശിക്കണം. ഈ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും എല്ലാ കാര്യങ്ങളും കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒന്ന് കയറി ലൈക്ക് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ട്രിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് ഞങ്ങളോട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ. ഞങ്ങളോട് ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളെ ചാലഞ്ച് ചെയ്യാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്ത് രീതിയിൽ വേണമെങ്കിൽ ഏത് രീതിയിലുള്ള ചാലഞ്ചിങ് ഞങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളിപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചാകാനൊന്നും പറയരുത്, അത് നടക്കൂല. ബാക്കിയുള്ള എന്ത് രീതിയിലുള്ള ചാലഞ്ചും ഞങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഈബിൾ ജെറ്റ് എന്നാണ്. ഈ ചാനൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകും. Hey, what's up guys? I'm Salih and welcome back to my channel Unboxing Dude. Guys, 2018 ടോപ്പ് 5 സ്മാർട്ട് ഫോൺ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. സോ 2018 ഏത് ഫോൺസാണ് ടോപ്പ് എന്നറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഇത് എൻ്റെ ഒരു കൺക്ലൂഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അഭിപ്രായം വേണം, എന്നാലല്ലേ ഒരു ഇതുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്താൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോയിലുമായി കാണാം. സീ സൂൺ, ബൈ. സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് റോസ്റ്റിംഗ് എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രോ പറഞ്ഞ് അങ്ങ് തുടങ്ങിയേക്കാം. സോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സഞ്ജു ദിസ് സൈഡ് ആൻഡ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ആസ് യു ഓൾ നോ, നമ്മുടെ സ്മാർട്ട് ഫോൺ കമ്പനീസൊക്കെ നിരവധി ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ ഓരോ ടൈമും ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എന്ത് ചെയ്യാനാണ് ബഡീസ്, കുറേ ചാത്തൻ ഫീച്ചേഴ്സും കൂടെ അവരിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ കുറച്ച് ചാത്ത മാത്രം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫ്രണ്ട്സ്, അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു റോസ്റ്റ് എപ്പിസോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അധികം സമയങ്ങളായിട്ട് നമുക്ക് നേരെ റോസ്റ്റ് ചെയ്തേക്കാം. 100 തെറിയെങ്കിലും കാണും, അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യണം. അതുകൊണ്ട് ഞാനിത് എന്തായാലും ഇത് റോസ്റ്റ് എപ്പിസോഡാണ്. ഞാനുള്ള റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ള ഫീച്ചേഴ്സിനെ. ഓക്കെ ബഡീസ്, അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല മാൻ, ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഞാൻ ഒരു ഡെവലപ്മെൻറ്റ് ഇങ്ങനെ പറയുക കമ്പനീസിനോടൊക്കെ, ഇങ്ങനെ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത്തിരി സൂപ്പറായിരിക്കും. സോ ബഡീസ്, ഡിയർ കമ്പനീസ്, ഇത്തിരി ഡെവലപ്മെൻറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ആ ബാറ്ററിയുടെ കാര്യത്തിൽ ഇഷ്യൂ ഒന്ന് റെഡിയാക്കും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബാറ്ററി എന്തെങ്കിലും കണ്ടുപിടിക്കുക. അതാകുമ്പോൾ വലിയ സീനൊന്നുമില്ല. ആർക്കും ഇത് അതിൻ്റെ പുറകെ ഇങ്ങനെ കുത്തി നടക്കുകയൊന്നും വേണ്ട. ഓക്കെ, സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ റോസ്റ്റ് എപ്പിസോഡ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ പറയുക, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം.
So guys, keep supporting. It's me Sanju and bye bye baby. രാവിലെ എഴുച്ചത് മുതൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെണ്ട പഠിക്കാൻ പോവാണ്. അപ്പം എന്താവോ എന്തോ എന്നെ ഷർട്ടൊക്കെ തേച്ച് ഇന്ന് ട്രഡീഷണൽ വെയർ ആണ്. മുണ്ടൊക്കെ കൊടുത്തേക്കുന്നുണ്ട. ഇത്ര കാലത്തിന് ശേഷമാണോ അത് മുണ്ട് കൊടുക്കുന്നത്. പണ്ടേ ഉള്ളൊരു ആഗ്രഹമാണ് ചെണ്ട പഠിക്കണം എന്നുള്ളത്. അത് ഇന്ന് ഫുൾഫിൽ ആകാൻ പോവാണ്. ദാസം വരുമെന്ന് പറഞ്ഞ് വരുമോ എന്തോ തേക്കായിരുന്നാ മതി. ദാസം വിളിച്ചിരുന്നു. 9:20 ആദ്യത്തെ ദിവസം തന്നെ 20 മിനിറ്റ് ലേറ്റാ. എന്തോ ദാസ. ആശ എന്ത് പറയുമോ എന്തോ. സുരേന്ദ്രൻ ആശാനാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. പണ്ട് പഞ്ചാബി ഹൗസ് കണ്ടപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് ഒരു ആശ വേണമെന്നുള്ളത്. ഇങ്ങനെ ആയിരിക്കും എന്തോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. പിള്ളേരോട് ഇരുന്നായിരിക്കും മിക്കവാറും പഠിക്കാൻ പോകുന്നത്. മുതുക്കന്മാരായി എന്നാണ് എന്തോ ഇതൊക്കെ. എന്തായാലും എനിക്കൊരു ചെണ്ടമേളത്തിൽ വായിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം, കൊച്ചിലെ പോലുള്ള ആഗ്രഹമാണ്. അത് സാക്ഷാത്കരിക്കാനായിട്ടൊരു തുടക്കം കിട്ടാൻ 24 വർഷമുണ്ട്. അതും മിസ്സായ എന്താടാ? ചിലപ്പോ തുടക്കുപോയതുകൊണ്ടായിരിക്കും. അല്ല നീ ഇപ്പൊ ലിഫ്റ്റ് അടിക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. തുടങ്ങിയതേ ഉള്ളൂ. കിട്ടുമായിരിക്കും. കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും. നിനക്കൊക്കെ എന്താടാ? വരും, വണ്ടി കിട്ടുന്നവരെ ഇവിടെ. പറ. അയ്യോ, ഒന്നും കിട്ടിയില്ലേ? അച്ഛോ, കഷ്ടമായി പോയല്ലോ. ഒരെണ്ണം പോലും കിട്ടിയില്ലേ? ഓഹോ, പോട്ടെ, സാരമില്ല കേട്ടോ. ശരി, ഓക്കെ ഓക്കെ. ആ കപ്പിഞ്ഞ് തരൂ. എന്താടാ? അല്ല, ഗ്ലാസിഞ്ഞ് തരുമോ? കുടിച്ച് കഴിഞ്ഞിട്ട് തന്നാ മതി. കുടിച്ചു കഴിഞ്ഞിട്ടില്ല. കുടിച്ച് കഴിഞ്ഞിട്ട് കൺകെട്ടും കൈകടക്കും എന്ന് പറഞ്ഞ എംഫോടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു മാജിക് പഠിപ്പിച്ചു. അധികം കമ്പോണൻസ് ഒന്നും ഇത് വേണ്ട. ആദ്യം 3 കമ്പോണൻസ് ഇതിന് ആവശ്യമുണ്ട്. ഒരു കോയിൻ, പിന്നെ ഒരു ഗ്ലാസ്, ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ്. ഫസ്റ്റ് ഞാൻ ഈ കോയിൻ എടുത്ത് ഈ ടേബിളിന്റെ മുകളിൽ വെച്ചു. ദെൻ ഈ ഗ്ലാസ്, പ്യൂർ ഗ്ലാസ് ആണ്, ഡൗട്ടൊന്നും വേണ്ട. ഈ ഗ്ലാസ് എടുത്ത് അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്തു. ദെൻ ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ്, മായമില്ല മന്ത്രമില്ല, അതെടുത്ത് ഇതിന്റെ മുകളിൽ കവർ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം ഈ കോയിൻ ഇതിന്റെ അകത്തുണ്ട് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഞാൻ ഈ ടൈമിൽ കോയിൻ മാറ്റിയോ അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾക്ക് നോക്കിക്കോ, കോയിൻ ഞാൻ മാറ്റിയിട്ടില്ല. ദെൻ ഈ ഗ്ലാസ് ഞാൻ വെച്ച് കവർ ചെയ്തു. ഈ കോയിൻ ഞാൻ അപ്രത്യക്ഷമാകുന്നു. ഗ്ലാസ് എവിടെ പോയി? ഇല്ല, ഇങ്ങോട്ട് വരും. ഗ്ലാസ് ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മാജിക് കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഗ്ലാസ് കവർ ചെയ്തു. ദെൻ ഈ പേപ്പർ എടുത്ത് ഇത് കവർ ചെയ്ത് ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇതിന്റെ അടിയിൽ കോയിൻ ഉണ്ടാകും? എന്നിട്ട് ഞാൻ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ ടൈമിലാണ് ഇവിടുത്തെ ത്രെഡ് നടക്കുന്നത്. ഈ ഗ്ലാസ് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഈ പെട്ടിയിൽ നമ്മൾ പേപ്പറും തുണിയിട്ട് ഫില്ല് ചെയ്തിരിക്കണം. ദെൻ അത് അതുപോലെ തന്നെ കൊണ്ടുവന്ന് വെക്കുക. ദെൻ ബ്രേക്ക് ചെയ്യാം. സോ മാജിക് മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങളിത് പ്രാക്ടീസ് ഇല്ലാതെ പുറത്ത് എവിടെയും ചെയ്യരുത്. കാരണം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. ഓക്കെ, താങ്ക് യു.